വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്തെത്തും. വൈകിട്ട് തലസ്ഥാനത്തെത്തുന്ന മോദി രാത്രി രാജ്ഭവനിൽ തങ്ങും. നാളെ 11 നടക്കുന്ന ചടങ്ങിന് മുൻപായി പ്രധാനമന്ത്രി തുറമുഖം സന്ദർശിക്കും. സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ തലസ്ഥാനത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്തിന്റെ തന്നെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ഉദ്ഘാടനം ചെയ്യുന്നതിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുന്നത്. നാളെ 11 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ്. ഇതിനായി രാത്രി പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്തും. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗമോ റോഡ് മാർഗമോ ആയിരിക്കും രാജ്ഭവനിലേക്ക് എത്തുക. ഗവർണർ വിശ്വനാഥ് രാജേന്ദ്ര ആർലേക്കർക്കൊപ്പം അത്താഴം കഴിക്കുന്ന പ്രധാനമന്ത്രി രാജ്ഭവനിൽ തന്നെ വിശ്രമിക്കും. തുടർന്ന് നാളെ രാവിലെ പാങ്ങോട് സൈനിക സ്റ്റേഷനിലെത്തി ഹെലികോപ്റ്റർ മാർഗം വിഴിഞ്ഞത്തേക്ക് പോകും. പോർട്ട് ഓപ്പറേഷൻ സെന്റർ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം ബെർത്ത് സന്ദർശിക്കും. തുടർന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്ന പ്രധാനമന്ത്രി ചടങ്ങിന് ശേഷം 12 മണിയോടെ തിരികെ മടങ്ങും. കമ്മീഷനിങ്ങിന്റെ ഭാഗമായി MSCയുടെ കൂറ്റൻ കപ്പൽ സെലസ്റ്റീനോ മരിസ്ക നാളെ വിഴിഞ്ഞം തുറമുഖത്ത് എത്തും. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് നഗരത്തിലും തുറമുഖത്തും ഒരുക്കിയിരിക്കുന്നത്. കാലാവസ്ഥ മോശമാവുകയാണെങ്കിൽ ഹെലികോപ്റ്ററിന് പകരം റോഡ് മാർഗമാകും പ്രധാനമന്ത്രി വിഴിഞ്ഞത്തേക്ക് പോവുക. പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്നും തിരുവല്ലം ബൈപ്പാസ് വഴി വാഹനങ്ങളുടെ ട്രയൽ റൺ അടക്കം പൂർത്തിയായിട്ടുണ്ട്. റോഡ് മാർഗവും ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് രാവിലെ 9:30 മുമ്പ് തന്നെ പൊതുജനങ്ങൾ പന്തലിലെത്തണമെന്നാണ് നിർദ്ദേശം. NSG കമാൻഡോസിനാണ് പ്രധാനമന്ത്രിയുടെ പൂർണ്ണ സുരക്ഷാ ചുമതല. 1000-ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും സുരക്ഷാ സേനയുടെ ഭാഗമാണ്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്കൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രിമാരായ സർബാനന്ദ സോനോവാൾ, ജോർജ് കുര്യൻ, സുരേഷ് ഗോപി, മന്ത്രിമാരായ V ശിവൻകുട്ടി, GR അനിൽ, സജി ചെറിയാൻ തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.